കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വൈക്കം സീറ്റ് കോൺഗ്രസിന് തിരിച്ചു നൽകാൻ മുസ്ലിം ലീഗ്. വൈക്കത്ത് സ്ഥാനാർത്ഥിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സീറ്റ് നൽകുന്നത്. അയ്യോ, അതൊരു അത്ഭുതമാണല്ലോ. എല്ലായിടത്തും സീറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുതലാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എരുമേലിയോ മുണ്ടക്കയമോ നൽകണമെന്ന ഉപാധിയോടെയാണ് സീറ്റ് നൽകുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, 2000-നൊക്കെ ശേഷമായിരിക്കണം ഒരു ലീഗിനോട് ഒരു സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് പക്ഷേ ഉപയോഗപ്പെടുത്താൻ ലീഗിന് പറ്റുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, അത് ഉപയോഗപ്പെടുത്താൻ ഒരു തരത്തിലും അവർക്ക് സാധിക്കുന്നില്ല. അവർ ആവശ്യപ്പെട്ടത് മുണ്ടക്കയം, എരുമേലി, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്. എന്നാൽ അത് നൽകാൻ സാധിക്കില്ല. കാരണം കേരള കോൺഗ്രസിനും കോൺഗ്രസിൻ്റെയും കയ്യിലിരിക്കുന്ന സീറ്റുകളാണ്. അത് വിട്ടു നൽകാൻ അവരെന്തായാലും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പകരം വൈക്കം നൽകാമെന്നൊരു ധാരണയിലേക്ക് എത്തി. കഴിഞ്ഞ തവണ അവർക്ക് സീറ്റ് നൽകിയില്ല. നൽകണമെന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ചില ഉപാധികൾ വെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ നൽകിയില്ല. അതുകൊണ്ട് ഇത്തവണ അവർ ശക്തമായൊരു സീറ്റിന് വേണ്ടി ആവശ്യം മുന്നോട്ട് വെച്ചു. മുണ്ടക്കയമോ എരുമേലിയോ നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം. അത് രണ്ടും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ അല്പം കടുത്ത നിലപാടിലേക്ക് തന്നെ ലീഗ് പോയി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ വൈക്കം നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ SC സംവരണമായിട്ടുള്ള വൈക്കത്ത് എങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നുള്ളത് ഒരു വലിയ ആശങ്കയായിരുന്നു. ഇന്നലെ ലീഗിന്റെ നേതൃയോഗങ്ങൾ ചേർന്നു. അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കേണ്ട, ഒരു ധാരണ വെക്കാം. അതായത് അടുത്ത തവണ മുണ്ടക്കയമോ കാഞ്ഞിരപ്പള്ളിയോ എരുമേലിയോ ഏതെങ്കിലും ഒരു സീറ്റ് നൽകണം. ഇത്തവണ അത് കോൺഗ്രസിന് നൽകാമെന്ന് പറഞ്ഞൊരു ഉപാധി അത് രേഖാമൂലം എഴുതി വെച്ചതിന് ശേഷമാണ് ആ സീറ്റ് ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ സീറ്റിന് വേണ്ടി പല തർക്കങ്ങൾ, പാർട്ടികൾ കടിപിടി കൂടുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ലീഗ് ഒരു സീറ്റ് അങ്ങ് വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രശ്നങ്ങൾ മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കണ്ട എന്നുള്ളൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് ആ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത്. ഹാഷ്മി ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.